നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷികം UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് പട്ടയമേള നടത്തി. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ്സ് അക്കാദമിയിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ മേഖലകളിൽ പഠനം നടത്തേണ്ട ആവശ്യകത ഗൗരവമായി കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ദേശീയപാത 85 നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുന്ന ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസക്തി വളരെ വലുതാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. അദ്ദേഹത്തിന്റെ രണ്ടാമത് ചരമവാർഷികം UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സേവേഴ്സ് ഹോമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. പകരക്കാരനില്ലാത്ത കേരളത്തിന്റെ അമരക്കാരൻ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി, ജനസമ്പർക്ക പരിപാടിയിലൂടെ ലോകജനതയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രസക്തി ഏറെ വലുതാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. അദ്ദേഹത്തിന്റെ രണ്ടാമത് ചരമവാർഷികം UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സെന്റ് സേവേഴ്സ് ഹോമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണ ജനകോടികളുടെ മനസ്സിൽ എന്നും എക്കാലവും നിലനിർത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവതുല്യനെ പോലെയായിരുന്നു അദ്ദേഹത്തെ നാട്ടുകാർ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരുപിടി ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മരിക്കപ്പെട്ടതിന് ശേഷമായിരിക്കാം അദ്ദേഹത്തിൻ്റെ മഹത്വം ഇത്രത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അവസരത്തിൽ കേരളക്കരയാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയ എന്നുള്ള യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ സഹോദരി, അവരുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ടറിയാവുന്ന പല പല കാര്യങ്ങളുമുണ്ട്. ഞാനായിരുന്നു അന്ന് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നു ചെന്നത്. കാരണം നിമിഷപ്രിയയുടെ ഭർത്താവ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ ആ തരത്തിൽ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ ഈ വിഷയം അവതരിപ്പിച്ച നാൾ മുതൽ എക്കാലവും മരണം വരെ അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ പിന്നാലെയായിരുന്നു എന്നുള്ളതാണ്. ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ മാത്യു കുന്നത്ത്, അഡ്വക്കേറ്റ് S അശോകൻ, CP മാത്യു, KMA ഷുക്കൂർ, അബു ജോൺ ജോസഫ്, ജോയി തോമസ്, റോയ് K പൗലോസ്, സുരേഷ് ബാബു, M മോനിച്ചൻ, NI ബെന്നി, PC ജയൻ, KA കുര്യൻ, TS ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലത്ത് പട്ടയമേള നടത്തി. പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അദ്ദേഹം പട്ടയങ്ങൾ വിതരണം ചെയ്തു. കോതമംഗലം കുന്നത്തുനാട് മൂവാറ്റുപുഴ താലൂക്ക് പരിധിയിലെ പട്ടയങ്ങളാണ് കോതമംഗലത്ത് സംഘടിപ്പിച്ച പട്ടയമേളയിൽ വിതരണം ചെയ്തത്. കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ ചേർന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. പട്ടയ അസംബ്ലികൾ 2 തവണ കേരളത്തിൽ കൂടുകയുണ്ട്. 2 തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോഴുണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തല സമിതി തന്നെ നേരിട്ട് അക്കാര്യം പരിശോധിച്ച്
മറ്റേതെങ്കിലും വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര ആലോചന നടത്തി അതിവേഗം കൈവശക്കാരായ മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ അവരെല്ലാം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഈ പട്ടയം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും പേരിൽ പ്രത്യേകമായി ഈ അവസരത്തിൽ അവരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇനിയും ഒട്ടേറെ അർഹരായ ആളുകൾക്ക് പട്ടയം ലഭിക്കാറുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ആ പട്ടയം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രവർത്തനത്തോട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ കോതമംഗലം 50, കുന്നത്തുനാട് 39, മൂവാറ്റുപുഴ 44 എന്നിങ്ങനെ 133 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. PV ശ്രീനിജൻ MLA മുഖ്യാതിഥിയായി. MBI ചെയർമാൻ EK ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ CK, കുട്ടമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, കുട്ടമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ശിവൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PT ബെന്നി, PK മൊയ്തു, NC ചെറിയാൻ, മനോജ് ഗോപി, ബേബി പൗലോസ്, എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വിനോദ് രാജ്, ഡെപ്യൂട്ടി കളക്ടർ LR സുനിത ജേക്കബ്, സുനിൽ മാത്യു, തഹസിൽദാർമാരായ മഞ്ജുഷ VS, മായ M, ബോബി റോസ് എന്നിവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ RDO അനിൽ PN സ്വാഗതവും കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂലമറ്റം സെന്റ് ജോസഫ്സ് അക്കാദമിയിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോസഫ്സ് അക്കാദമി ഡയറക്ടർ റവറൻ ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ്സ് അക്കാദമിയിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ 2025-26 പ്രവർത്തന വർഷ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സെന്റ് ജോസഫ് അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റി NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ EN ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുൻ NSS പ്രോഗ്രാം ഓഫീസർ ജിയോ കുര്യന് മൊമെന്റോ നൽകി ആദരിച്ചു. അക്കാദമി കോർഡിനേറ്റർ ഫാദർ ബോബിൻ കുമരേട്ട്, വൈസ് പ്രിൻസിപ്പൽ സിന്ധു PS തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ അബിൻ തോമസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്നും എടുത്തിട്ടുള്ള നിലപാടുകൾ ശരിയാണെന്നും തൊഴിൽ മേഖലകളിൽ പഠനം നടത്തേണ്ട ആവശ്യകത ഗൗരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്നും എടുത്തിട്ടുള്ള നിലപാടുകൾ ശരിയാണെന്നും തൊഴിൽ മേഖലകളിൽ പഠനം നടത്തേണ്ട ആവശ്യകത ഗൗരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി മറ്റു മേഖലകളിൽ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എല്ലാവർക്കും പെൻഷനുണ്ട്. അപ്പൊ ആ പെൻഷൻ അസംഘടിത മേഖലയിൽപ്പെട്ട ആളുകൾക്ക് കൂടി ആ ഒരു റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ജോലിയെടുത്ത് വരുമാനമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി, അവർ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിനാണ് ഈ ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാക്കിയത്. റിട്ടയർമെന്റ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് അതിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ തിരുവനന്തപുരത്ത് മാർച്ചിന്റെ സമയത്താണ് എന്റെ സഭയിൽ ഇത് പെട്ടത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, നിയമസഭയിൽ ഞങ്ങൾ അടിയന്തര പ്രമേയമായിട്ട് തന്നെ ഈ വിഷയം കൊണ്ടൊന്ന് ഉന്നയിക്കാം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് വരുന്ന നിയമസഭയിൽ ഗൗരവത്തോടുകൂടി തയ്യൽ തൊഴിലാളി ക്ഷേമാവധി ഈ സമീപകാലത്ത് ഒന്നും നിയമസഭയിൽ പറയാത്ത രീതിയിൽ അതിശക്തമായി നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുക. മന്ത്രി നൽകിയ മറുപടി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് തന്നത്. കാരണം അദ്ദേഹം ഇത് കൊടുക്കേണ്ടാത്ത പൈസയല്ല, ഇത് തരില്ല, കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. ഇത് അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കാം, ഇത് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് തന്നത്. പക്ഷേ ഇതുവരെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അപ്പൊ അത് നിയമസഭയ്ക്ക് നൽകിയ ഒരു ഉറപ്പാണ്, അത് പരിഹരിച്ചോളാം എന്ന്. ഉറപ്പായിട്ട്
അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ ഈ സമ്മേളനത്തിൽ വാക്കുവരികയാണ്. വീണ്ടും ആവശ്യമാണെങ്കിൽ നിയമസഭയിൽ ഉന്നയിക്കും, മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കും, തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ പറയും. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർച്ചയായും നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കും. അതിന് പരിഹാരമുണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പരിശ്രമം നടത്തും എന്ന് വാക്ക് നൽകുന്നു. ഉറപ്പായി തയ്യൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ച് അതിന് പരിഹാരം കാണുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കേണ്ടത് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കണം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പ്രതിപക്ഷം ലേബർ കമ്മീഷനെ നിയമിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പഴയകാലത്ത് തയ്യൽ കടകൾ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടിയാണ് മിക്ക മേഖലകളിലും കടകൾ പൂട്ടേണ്ട അവസ്ഥ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MC ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, MK പ്രകാശൻ, സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ, സ്വാഗത സംഘം സെക്രട്ടറി സജീവൻ, സതിക കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. KTയുടെ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റിയുടെയും സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ PR പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ സെമിനാറിന് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റിയുടെയും സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അറക്കുളം പെൻഷൻ ഭവനിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ മാറ്റങ്ങൾക്ക് മാതൃത്വത്തിന് മുഖ്യ പങ്കുണ്ടെന്നും നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നിന്നും ലഹരി ഉപയോഗം പൂർണ്ണമായി മാറ്റുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. ആദ്യമായി ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം നീണ്ട വർഷക്കാലം ഈ രാജ്യത്തിന് വേണ്ടി വിവിധ രംഗങ്ങളിൽ സേവനം ചെയ്ത, അതിനുശേഷം റിട്ടയർമെൻറ്റിലേക്ക് കടന്ന മഹനീയ വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നവർ. ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ PR പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ സെമിനാറിന് നേതൃത്വം നൽകി. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് ജേക്കബ് മത്തായി, സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KD സുകുമാരൻ, PK സരസമ്മ, ബ്ലോക്ക് സെക്രട്ടറി PN വിജയൻ, ട്രഷറർ KV ശശിധരൻ പിള്ള എന്നിവർ സംസാരിച്ചു. ലഹരിയുടെ മാസ്മരിക വലയത്തിൽപ്പെട്ട് സമൂഹം ഒന്നടങ്കം തന്നെ ഇന്ന് വലിയ ഒരു ആപത്തിൽ വന്നുപെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വലിയ വിപത്തിനെതിരെ ശക്തിയായ പ്രതിരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന ലഹരി മയക്കുമരുന്നുകളുടെ ഉപയോഗം, അതിനെതിരായിട്ട് ശക്തമായി നിലകൊള്ളുവാനുള്ള ഉത്തരവാദിത്വം പ്രത്യേകിച്ചും സീനിയേഴ്സായ നമുക്കുണ്ട്. ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ കുരുവിള ജേക്കബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് KN സരസമ്മ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കർഷകരെ പ്രതിസന്ധിയിലാക്കി സബ്സിഡി വെട്ടിക്കുറച്ച് രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കേരള കർഷക സംഘം പ്രതിഷേധിച്ചു. തൊടുപുഴയിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം PP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ കർഷകരെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കി സബ്സിഡി വെട്ടിക്കുറച്ച് രാസവളം വില വർദ്ധിപ്പിച്ച മോദി സർക്കാർ നയത്തിനെതിരെ കേരള കർഷക സംഘം പ്രതിഷേധിച്ചു. തൊടുപുഴ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 27% ആളുകൾ മാത്രമാണ് കൃഷിയെ ആശ്രയിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന തൊഴിൽ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. എന്നാൽ ഇടുക്കി, വയനാട്, പാലക്കാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലെ ഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്നത് കൃഷിയെ ഉപജീവനമാർഗമാക്കിക്കൊണ്ടാണ്. പക്ഷെ കൃഷി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഭക്ഷ്യസുരക്ഷയുടെ ഏക മാർഗമാണ്. കൃഷിയില്ലെങ്കിൽ മനുഷ്യനില്ല, ജീവിതമില്ല, ഒന്നുമില്ല.
ഇപ്പൊ കൃഷിയുടെ പ്രാധാന്യം ലോകത്തെ മുഴുവൻ ആളുകളും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 60% ആളുകളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ കൃഷിക്കാർക്ക് അർഹമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും ഇപ്പൊ കൊടുക്കുന്നില്ല. എല്ലാ സബ്സിഡികളും വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CS ഷാജി, PD സുമേൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ആശ വർഗീസ്, R പ്രശോഭ്, ടെസിമോൾ മാത്യു, M പത്മനാഭൻ, KG വിനോദ് എന്നിവർ സംസാരിച്ചു. 2023-2024 സബ്സിഡിക്ക് 2.51 ലക്ഷം കോടി രൂപ ചെലവഴിച്ചെങ്കിലും 2024-2025 ബജറ്റിൽ 1.88 ലക്ഷം കോടിയും 2025-2026 1.67 ലക്ഷം കോടിയായും വെട്ടിച്ചുരുക്കി. 2 വർഷത്തിനിടെ കുറച്ചത് 84,000 കോടി രൂപയാണ്. മഴ ലഭ്യത കൂടിയതിനാൽ ഈ വർഷം കൂടുതൽ രാസവളം ആവശ്യമായിരിക്കെ വില വർദ്ധിപ്പിച്ചത് കർഷക ദ്രോഹമാണ്. ഇതോടെ എല്ലാത്തരം കൃഷികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിക്കും. വില വർധനയെ തുടർന്ന് ഫോസ്ഫേറ്റ് വളത്തിന്റെ ഉപയോഗം 2022-2023 അപേക്ഷിച്ച് 2024-2025 കുറഞ്ഞിരുന്നു. പൊട്ടാഷ് വളങ്ങളുടെ ഉപയോഗവും കുറഞ്ഞു. ഇത് വിളവിനെയും കർഷകരുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചതായും നേതാക്കൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയപാത 85 നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുന്ന ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിധിയെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും AK ശശീന്ദ്രനും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനം അട്ടിമറിച്ചതിൽ മന്ത്രിമാർക്കോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കോ പങ്കില്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ചൊഴിയണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. നേര്യമംഗലം വാളറ റോഡിൽ ദേശീയപാത 85 നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുന്ന ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷം തങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ഭാഗം ശ്രമിക്കുന്നതെന്ന് BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിധിയെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും AK ശശീന്ദ്രനും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി തലത്തിൽ കൈക്കൊണ്ട തീരുമാനം അട്ടിമറിച്ചതിൽ മന്ത്രിമാർക്കോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കോ പങ്കില്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് ഒഴിയണം. മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് ജനാധിപത്യത്തിന്റെ വില കളയുകയാണ്. വനംവകുപ്പ് അന്യായമായി വിലപേശൽ യന്ത്രം ഉപയോഗിച്ച് 5.5 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് അവസരം മുതലാക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ NHA ആവശ്യപ്പെട്ട മേഖലയ്ക്ക് പകരമായി 37 ലക്ഷം രൂപ, അതിനു പുറമെ 4,60 ലക്ഷം രൂപ മനുഷ്യ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ എന്ന പേരിലും ആവശ്യപ്പെട്ടു. ഗുണ്ടാ പിരിവ് നടത്തുന്ന രീതിയിൽ വാങ്ങിയ ഈ തുക കൊണ്ട് എന്ത് പദ്ധതിയാണ് വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഹർത്താലിനുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. കാരണം കോടതിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം മാറിയാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിലവിലുണ്ടാകൂ. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കാതെ റിവ്യൂ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സമില്ലാതെ പൂർത്തീകരിക്കുവാനുള്ള നിലപാടെടുക്കണം, നടപടിയെടുക്കണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കാരണം ഈ മലയോര ജില്ല എന്നുള്ള നിലയിലും ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശത്തൂടെയുള്ള അപകടരഹിതമായ യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം കേരളത്തിലെ 2 മന്ത്രിമാർ ഇന്നലെ വന്ന് ഇത് ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ല, ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് കുറ്റക്കാർ എന്നുള്ള നിലയിൽ ശ്രീ റോഷി അഗസ്റ്റിനും വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് ആരുടെയെങ്കിലും തലയിൽ വെച്ച് ഒഴിയുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം, വികസനമാണ് ഇവർക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വികസനത്തിന് വേണ്ടി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുന്ന നിലപാടെടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഒപ്പം MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും മുന്നോട്ട് വരണം. എന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയും. BJP ഒരിക്കലും ഈ റോഡ് നിർമ്മാണത്തിനെതിരല്ല. BJPയുടെ നിലപാട് വികസനത്തിന് അനുകൂലമായ നിലപാടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു, ജില്ലാ വൈസ് പ്രസിഡന്റ് PG രാജശേഖരൻ, KP രാജേന്ദ്രൻ, മീഡിയ കൺവീനർ ഗോപി പഴുക്കാക്കുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ലോകോത്തര ബ്രാൻഡുകളുടെ സൺഗ്ലാസുകൾ, പ്രീമിയം വാച്ചുകൾ എന്നിവയുടെ നൂതന കളക്ഷനുമായി ദി കണ്ണാടി ഫാക്ടറി ആൻഡ് വാച്ച് ഫാക്ടറി തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, റോയ് ജോൺ പുളിമൂട്ടിൽ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചുരുങ്ങിയ കാലം തൊടുപുഴയുടെ ജനപ്രീതി നേടിയ ദി കണ്ണാടി ഫാക്ടറി ആൻഡ് വാച്ച് ഫാക്ടറിയുടെ മൂന്നാമത് ഷോറൂം തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിൽ 1-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകളായ റെയ്ബാൻ, ഓഗ്ലെ, വോഗ്, ബർബറി, എബെറോ, അർമനി, കെരേര, പോലീസ് എന്നിവയുടെ സൺഗ്ലാസുകൾ, ഫോസിൽ, കാസിയോ, ടൈറ്റാൻ, ഫാസ്റ്റ് ട്രാക്ക്, ടൈമെക്സ്, ലീ കൂപ്പർ എന്നിവയുടെ പ്രീമിയം വാച്ചുകളുടെയും നൂതന കളക്ഷനുകളാണ് ദി കണ്ണാടി ഫാക്ടറി ആൻഡ് വാച്ച് ഫാക്ടറി തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു. തൊടുപുഴയിൽ ഒരു കണ്ണാടി വാച്ച് ഫാക്ടറിയും കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 4 ചെറുപ്പക്കാർ കൂട്ടുകാർ ചേർന്ന് 2 സ്ഥലങ്ങളിലായിട്ട് തൊടുപുഴയിൽ തന്നെ ഈ കണ്ണാടി ഫാക്ടറിയും വാച്ച് ഫാക്ടറിയും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ എല്ലാവർക്കും സൗകര്യപ്രദമായ തരത്തിൽ ഗുണഭോക്താക്കളെ രാജാക്കന്മാരായി കണ്ടുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കണ്ണാടി വാച്ച് ഫാക്ടറിയുടെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുമ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന 4 പേർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ റോയ് ജോൺ പുളിമുട്ടിൽ വൈസ് ചെയർപേഴ്സണിൽ നിന്നും ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു TC തരണിയിൽ, സെക്രട്ടറി നവാസ് ജോബിൻ, റോയ് പുളിമുട്ടിൽ, മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മക്കൾ വലുതാവുമ്പോൾ വരുന്നൊരു സന്തോഷമാണ്. ഇന്ന് 3ാമത്തെ ഔട്ട്ലെറ്റാണ് ഇവിടെ. 3 ഉദ്ഘാടനത്തിന് ഞാനുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പിലും അവരുടെ വളർച്ചയെ നിങ്ങൾ വളരെ കൗതുകപൂർവ്വം നോക്കിക്കാണുന്നത്. ഇതെല്ലാം വളരെ സന്തോഷമുണ്ട്. അവർ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ബ്രാൻഡുകൾക്ക് 10% മുതൽ 75% വരെ ഓഫർ ലഭ്യമാണെന്നും നാളിതുവരെ നൽകിയ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നതിനൊപ്പം തുടർന്നും ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഇപ്പോൾ നമ്മളിപ്പം ഓണത്തിൻ്റെയും പിന്നെ ഒരു NRI ഫെസ്റ്റിവലിൻ്റെ ഒരു ഇനഗ്രൽ ഓഫറായിട്ട് വാച്ചുകൾക്ക് അപ് ടു 75% ഓഫറും കൊടുക്കുന്നുണ്ട്. സൺഗ്ലാസിന് buy 1 get 1 ഓഫറും കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് സൺഗ്ലാസിന് ഈ പറഞ്ഞ 25% ഒരു ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേണൽ പ്രശാന്ത് നായർക്ക് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വർണ്ണശബളമായ യാത്രയയപ്പ്. 18 കേരള ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറായി 2 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരികയായിരുന്നു കേണൽ പ്രശാന്ത് നായർ. മികച്ച സൈനിക സേവനത്തിന് സേനാ മെഡലും വിശിഷ്ട സേനാ മെഡലും നേടിയിട്ടുള്ള അദ്ദേഹം കേരള NCCക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ശ്രദ്ധേയമായിരുന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. 18 കേരള NCC ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർക്ക് ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വർണ്ണശബളമായ യാത്രയയപ്പ് നൽകി. 18 കേരള ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറായി 2 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരികയായിരുന്നു കേണൽ പ്രശാന്ത് നായർ.
മികച്ച സൈനിക സേവനത്തിന് സേനാ മെഡലും വിശിഷ്ട സേനാ മെഡലും നേടിയിട്ടുള്ള അദ്ദേഹം കേരള NCCക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ശ്രദ്ധേയമായിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുത്ത ന്യൂമാൻ NCC ബാൻഡിന്റെ പരിശീലനത്തിലും തെരഞ്ഞെടുപ്പിലും കേണൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 18 കേരള ബറ്റാലിയൻ വിവിധ NCC പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ കോളേജ് NCC ബാൻഡ് സൈനിക മ്യൂസിക്കിന്റെ അകമ്പടിയോടെ കേണലിനെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ 18 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ അനിരുദ്ധ് സിംഗ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു അബ്രഹാം, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, കോളേജ് ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, ഫസ്റ്റ് ഓഫീസർ ഡോക്ടർ സജീവ് K. വാവച്ചൻ, ഫസ്റ്റ് ഓഫീസർ അനിൽ K. നായർ, സർജൻ ദേവികൃഷ്ണ S. എന്നിവർ പ്രസംഗിച്ചു. The army men, they are dedicating their lives every day to help us, especially military. In NCC also they are helping us, teaching the lessons of military, telling the stories of brave citizens of India. In the name of all, I welcome all the PHF to this gathering. ഒരു ബെഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു പില്ലോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പണ്ട് ക്യാമ്പുകളിൽ വന്ന് ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. സാർ പറഞ്ഞ ആ വർഷമാണ് ആദ്യമായിട്ട് ഇത്രയും 600ഓളം ബെഡുകൾ വാങ്ങിയത്, പില്ലോയും വാങ്ങിയത്. ആദ്യത്തെ ക്യാമ്പ് നടക്കുന്ന കുളമായി വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് പണ്ട് കഴിക്കാനായിട്ട് വരുന്നത് വീട്ടിൽ നിന്ന് പ്ലേറ്റ് കൊണ്ടുവരാമായിരുന്നു, ഗ്ലാസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം ഇതൊന്നും വേണ്ട. വെറും നിലത്ത് വെറും ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്ന കുട്ടികളാണ് അത്യാവശ്യം. അത്ര സുഖമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നല്ലതിനില്ലാതെ സുഖമായിട്ട് പഠിക്കാൻ ചേർക്കാനായിട്ടുള്ളത് ഏറ്റവും മിനിമൈസ് പേരൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം നിങ്ങളുടെ മുമ്പിൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 18 കേരള ബറ്റാലിയൻ ഗാർഡ് ടീം കേണലിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന പുള്ളിംഗ് ഔട്ട് സെറിമണിയിൽ NCC ഓഫീസേഴ്സ്, സൈനിക ഉദ്യോഗസ്ഥർ, 300-ലധികം കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രം കാണുന്ന പുള്ളിംഗ് ഔട്ട് സെറിമണി ഏവർക്കും സൈനിക ആദരവിന്റെ വേറിട്ട കാഴ്ചയായി മാറി. വ്യത്യസ്തമായ NCC പ്രവർത്തനങ്ങൾക്കൊപ്പം വിവിധ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. You can only work now, and it's a matter of just this 5 years that you have to slog. I keep telling my children also. From standard 10 to graduation, 5 to 6 years, that will shape your destiny for the next 40 years. So invest your 5 years now and live comfortably with joyous moments for your parents and for your family and for yourself. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാതൃവേദി കരിമണ്ണൂർ ഫൊറോന പ്രവർത്തന വർഷ ഉദ്ഘാടനവും ഫൊറോന മാർഗരേഖ പ്രകാശനവും നടത്തി. രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും നിർവഹിച്ചു. ഫൊറോന ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മാതൃവേദി കരിമണ്ണൂർ ഫൊറോന പ്രവർത്തന വർഷ ഉദ്ഘാടനവും ഫൊറോന മാർഗരേഖ പ്രകാശനവും നടത്തി. രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും നിർവഹിച്ചു. എന്തിനാ നമ്മുടെ ജീവിതം? എന്തിനാ നമ്മുടെ ജീവിതം? മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനാ, അവർക്ക് വേണ്ടി കൊടുക്കാനാ, അല്ലേ? നീ പുറത്തേക്ക് നോക്കിക്കേ, അവിടെ ഒരുപാട് വൃക്ഷലതാദികളുണ്ട്. ആ വൃക്ഷലതാദികളൊക്കെ ഫലം പുറപ്പെടുവിക്കുന്ന അതിന് തിന്നാനാണോ? അല്ല. അങ്ങനെ സ്വയം തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ സ്വയം തിന്നുന്ന ആരെങ്കിലും, അവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ജനതയിൽ ഉണ്ടാകണം. അവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്ന
ജീവനുണ്ടാകണം. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞു. എന്താന്നാ പറഞ്ഞേ? സമുദ്രം എന്നൊക്കെ കേട്ടുപോയില്ലോ. അന്നമാകേണ്ടവളാണ് അന്നമ്മ. അന്നമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും അന്നമാകേണ്ടവളാണ് അമ്മ. അന്നമാകേണ്ടവളാണ്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഞാൻ സ്വയമായിട്ട് എരിഞ്ഞടങ്ങുന്ന ഒരു അനുഭവമാണോ, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിട്ടാണോ എൻ്റെ ജീവിതം മാറ്റപ്പെടുന്നതുള്ളതാണ്. ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ കുടുംബങ്ങളുടെ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. പ്രായമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മാതൃവേദി അംഗങ്ങൾ താങ്ങും തണലുമാകണമെന്ന് ഫൊറോന ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ചടങ്ങിൽ ഫൊറോന മുൻ ഭാരവാഹികളെ ആദരിച്ചു. ഫൊറോന പ്രസിഡന്റ് നീന ബൈജു, രൂപത അനിമേറ്റർ റവറൻഡ് സിസ്റ്റർ ആനി തെരേസ, രൂപത പ്രസിഡന്റ് ജാൻസി മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. ഫൊറോന അനിമേറ്റർ റവറൻഡ് സിസ്റ്റർ ജെസി കാനാട്ട് സംസാരിച്ചു. ഫൊറോന സെക്രട്ടറി ട്രിനിയാമ ജോർജ് സ്വാഗതവും റീന തോമസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മാതൃവേദിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. CPIM ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായി തൊടുപുഴ ഈസ്റ്റ് ഏരിയയിൽ കർഷക സംഘം കൃഷി തുടങ്ങി. കുമാരമംഗലം ഉരിയരിക്കുന്നിലെ കൃഷിയിടത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുമേഷ് പാറച്ചാലിൽ അധ്യക്ഷത വഹിച്ചു. ഓണത്തിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ CPIM ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായി തൊടുപുഴ ഈസ്റ്റ് ഏരിയയിൽ കർഷക സംഘം കൃഷി തുടങ്ങി. കുമാരമംഗലം ഉരിയരിക്കുന്നിലെ കൃഷിയിടത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുമേഷ് പാറച്ചാലിൽ അധ്യക്ഷനായി. 10 മേഖലാ കമ്മിറ്റികളിലായി 10,000 തൈകളാണ് നടന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ഉൽപ്പന്നങ്ങൾ വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി കളക്ഷൻ സെന്ററിലൂടെ സംഭരിക്കും. ഇവ പിന്നീട് സഹകരണ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഫാർമേഴ്സ് ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ തുറക്കുന്ന ഓണച്ചന്തകളിലൂടെ വിൽപ്പന. CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയയിൽ സംയോജിത പച്ചക്കറി കൃഷി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്ത് നടത്തും. സംയോജിത കൃഷി കൺവീനർ MR ശിവശങ്കരൻ, ഏരിയ ചെയർമാൻ ഡോക്ടർ VB വിനയൻ, കൺവീനർ B സജികുമാർ, കർഷക സംഘം ഏരിയ സെക്രട്ടറി CS ഷാജി, PN ബിജു, EP സുരേഷ്, MM മാത്യു, OV ബിജു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, കൃഷിക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുകയും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമ്മൾ സ്വന്തം നിലയ്ക്ക് എല്ലാം കൃഷി ചെയ്യുകയും നമുക്കൊരു പ്രതിസന്ധി ഘട്ടം കടന്നു വന്നത് കോവിഡിൻ്റെ സമയത്താണ്. നമുക്ക് വലിയ ഭക്ഷ്യ കാര്യത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി വരും എന്ന് നമ്മളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാത്തരം കൃഷിയിലേക്കും തിരികുകയും വലിയ രീതിയിലുള്ള വിളവെടുപ്പ് ആ സമയത്ത് നമുക്കെല്ലാം വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ കൃഷി ചെയ്യുകയും എല്ലാത്തരം ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എത്തുകയും കൃഷിയെ വലിയ രീതിയിൽ നെഞ്ചോട് ചേർക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അന്യ ജില്ലാ
ജീവനക്കാരിയായ മെഡിക്കൽ ഓഫീസറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തള്ളക്കാനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ നിർത്തിവെക്കാനുള്ള മെഡിക്കൽ ഓഫീസറുടെ നടപടിക്കെതിരെയും അതിന് ഒത്താശ പാടുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപടിക്കെതിരെയുമാണ് CPIM കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. തള്ളക്കാനം ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ചും ധർണയും ഇന്ന് 11 മണിക്ക് കഞ്ഞിക്കുഴി ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ലിസി ജോസ്. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. DMO എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ ആശുപത്രിയിൽ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കത്ത് കൊടുക്കുന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി കത്തും മെയിലിൽ വിട്ടു. 11-ാം തീയതി 4 മണിയായപ്പോഴത്തേക്കും ഇവിടുത്തെ IP അവസാനിപ്പിച്ചു. ഇവിടുത്തെ IP അവസാനിപ്പിക്കണമെങ്കിൽ DMOയ്ക്ക് കൊടുത്ത കത്തിന്റെ മറുപടി എന്താണ് എന്ന് മനസ്സിലാക്കി ആ കത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ ഡോക്ടറായിരുന്ന ഡയാന എന്ന് പറയുന്നയാൾക്ക് സ്വന്തമായി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റല് ഒരു CHCയിലെ IP അടയ്ക്കാൻ ആരാണ് സപ്പോർട്ട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഏരിയ കമ്മിറ്റി അംഗം സിബി പേന്താനം മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ മോഹനൻ, എബിൻ ജോസഫ്, ET ദിലീപ്, TD മനോജ്, ശശി കന്യാലിൽ, തോമസ് മാത്യു, PV ജോർജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രദീപ് MM, പുഷ്പ ഗോപി, ശ്രീജ അശോകൻ, ജിഷ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി CPIM പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാമത് ചരമവാർഷികം UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് പട്ടയമേള നടത്തി. മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ്സ് അക്കാദമിയിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ മേഖലകളിൽ പഠനം നടത്തേണ്ട ആവശ്യകത ഗൗരവമായി കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ദേശീയപാത 85 നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുന്ന ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.